ഓൾ, വെൽക്കം ബാക്ക് ടു യാൻസൂൺ ടോക്സ്. യാൻസൂൺ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ പോലെയല്ല, കാരണം വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്നല്ല, നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടിയ സംഭവം, വയനാട്ടിലെ ഉരുൾപൊട്ടിയ സംഭവം. ഇപ്പോൾ ഇതാ 2.5 മണിക്കൂറിന് മുന്നേ അവിടെ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് അവിടെ നിന്നുള്ള, വയനാട്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കണക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് തന്നെ ഒരുപാട് പേര്, 700ഓളം ആളുകൾ ലോക്കായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആകെ മൊത്തത്തിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല രീതിയിലാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, ചൂരൽമല പാലമായിരുന്നു പലപ്പോഴും പല ഇടങ്ങളിലായിട്ടും ഇവർക്കൊക്കെ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. എന്ത് സാമഗ്രികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ചൂരൽ മലപ്പാലം തകർന്നതിന് ശേഷം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എത്തിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു സംഗതികളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ റോപ്പ് സംവിധാനങ്ങളോ വേണ്ടി വരും എന്നുള്ളതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം മുണ്ടക്കൈ സ്ഥലത്താണ് ഈ ഉരുൾ പൊട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ഒരു ഉരുൾപൊട്ടലായതുകൊണ്ട് തന്നെ പലരുടെയും വീടുകളും പല ആളുകളും മിസ്സിംഗ് ആണെന്നുള്ളതാണ്. എത്ര ആൾക്കാർ മിസ്സിംഗ് ആണ്, എന്താണെന്നുള്ളതാണ് ഇതുവരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് ഇത് ആളുകൾ പറയുന്നത്. ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ ഒരുപാട് ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പലയിടങ്ങളിലായിട്ട് പലരും നിൽക്കുന്നുണ്ട്. കാരണം ഉരുൾപൊട്ടൽ ഉള്ള ഭാഗത്തുള്ളത് പോലെ തന്നെ അതേപോലെ കുറച്ച് വീടുകൾ അവിടെ പെട്ടുകിടക്കുകയാണ്. അവർക്കൊന്ന് അങ്ങോട്ട് പോകാനോ ടൗണിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റെസ്ക്യൂ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. ഈവൻ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഈ വോയിസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ആ ഒരു വീട് പൊട്ടിയ സ്ഥലമുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് അവിടുന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ ഇതുവരെ അവർക്ക് പറ്റിയില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചുരൽമല പാലമായിരുന്നു. അത് പൂർണ്ണമായിട്ടും തകർന്നതുകൊണ്ട് ഇപ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന മേലെ ആ സ്ഥലത്തേക്ക് എത്താൻ ഒന്നില്ലെങ്കിൽ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ റോപ്പ് സംവിധാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ജില്ലാ കളക്ടറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നത് ഉടനെ തന്നെ അടുത്ത നടപടികൾ സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ അവിടെയുള്ളവരെ രക്ഷിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നിങ്ങൾ ഈ വോയിസ് കേട്ടില്ലേ? ഇതിൽ അവിടെയുള്ള ദൃക്സാക്ഷി പറയുന്ന വോയിസ് ആണ്. വയനാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സാമഗ്രികൾ അവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നെ പലരും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമഗ്രികൾ ഉണ്ട്, ഒരുപാട് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളും അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അത് എത്തിക്കാനുള്ള ഒരു നിർവാഹമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വയനാട് വേണം. വയനാട് എന്നുള്ളതല്ല, 10 ജില്ലകളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ്. മലപ്പുറം, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം ജില്ല, അതേപോലെ കോഴിക്കോട് ജില്ല, വയനാട്, എല്ലാ ജില്ലയും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷെ വയനാടാണ് വല്ലാത്തൊരു ദുരന്തത്തിൽ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വാർത്തയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്.